ഭാര്യയായാൽ ആ സഹോദരിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും കടമയും ഹക്കും ചെയ്യേണ്ടത് തന്റെ ഭർത്താവിനോടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഭർത്താവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് പറയുമ്പോൾ ഭർത്താവ് ശരിയല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ നിർബന്ധിക്കുകയാണ്. ഇപ്പൊ മദ്യപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു, അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. വേറെ ചിലപ്പോൾ വേണ്ടാത്തരങ്ങൾക്ക് വേണ്ടി നമ്മളെ നിർബന്ധിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു തട്ടമിട്ട് പോകുന്ന ഒരു ചടങ്ങിലേക്ക് അതൊന്നും വേണ്ട, ഇതിന്റെ ഒപ്പം പോരുകയാണെങ്കിൽ തട്ടണ്ടാതെ പോന്നാൽ മതി എന്നുള്ള നിർബന്ധം. എന്തെങ്കിലും ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു കാര്യം നമ്മുടെ ഭർത്താവ് പറഞ്ഞാലും ആ ഭർത്താവിനെ നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. സഹോദരിമാർ ശരിക്കും ശ്രദ്ധിച്ചോളി. ആ ഭർത്താവിനെ നമ്മൾ അംഗീകരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിന്റെ ആ വാക്കിനെ നമ്മൾ ചെവിക്കൊള്ളേണ്ടതില്ല. കാരണം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഅത ലിമഖ്ലൂഖിൻ ഫീ മാസിയത്തിൽ ഖാലിഖ്. കൃത്യമായി പറയാം, സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടികളെ അനുസരിക്കേണ്ടുന്ന കടമ മുസ്ലിങ്ങൾക്കില്ല, ഒരു മുഅ്മിനിനില്ല. അപ്പൊ പടച്ചവന്റെ ഒരു നിയമത്തിന് വിരുദ്ധമായി നമ്മുടെ ഭർത്താവാണ് പറഞ്ഞതെങ്കിൽ പോലും അവൾ വെട്ടി തുറന്ന് സഹോദരന്മാർ പറയണം, ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്, ഇത് അംഗീകരിക്കാൻ കിട്ടൂല.